ഇന്നൊരു വാട്ടയിരിനിടെ കണ്ടാലോ? ഇന്നലെയാണേലേ കാപ്പിക്കാണ് അരിയൊന്നും അരച്ച് വെച്ചില്ലേ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പത്തേനും എന്നതാ ഉണ്ടാക്കുന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പഴുത്ത വാഴക്കൊല ഉണ്ടായിരുന്നു കേട്ടോ. അതിലായിരുന്നു എൻ്റെ ആകെയുള്ള പ്രതീക്ഷ. എന്നാ പിന്നെ പുട്ടായേക്കാന്ന് കരുതി. പിന്നെ വേഗന്ന് പുട്ടൊക്കെ നനച്ച് തേങ്ങയും ചിരണ്ടി ഇന്ന് ചിരട്ടപ്പുട്ടാണേ ഉണ്ടാക്കിയത്. അതാകുമ്പത്തേനും കുക്കറിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്താൽ പോരെ. ഒരുപാട് സമയം പിടിക്കുകയില്ലല്ലോ. പിന്നെ രാവിലെ എല്ലാവരും ഓരോരോ വഴിക്ക് പോകേണ്ടതായതുകൊണ്ട് ഒത്തിരി സമയമെടുത്ത് കാപ്പി ഉണ്ടാക്കാനുള്ള നേരമൊന്നുമില്ല. പിന്നെ വേഗം കാപ്പിയും ഉണ്ടാക്കി പുട്ടും പഴവും കട്ടൻ ചായയും കൂടെ കൂട്ടി രാവിലത്തെ കാപ്പികൂടി അങ്ങ് കഴിഞ്ഞു. പിന്നെ പറമ്പൊഴി നടന്നപ്പോഴേ ഒരു കപ്പളങ്ങപ്പഴം കിട്ടി കേട്ടോ. പിന്നെ അതും അങ്ങ് കഴിച്ചു. പിന്നെ അങ്ങനെ മുമ്പോട്ട് അതുവഴി തന്നെ നടന്നപ്പോഴത്തേനുവേ നമ്മുടെ പേരമരത്തേൽ ഒരു പഴുത്ത പേരയ്ക്ക കിടക്കുന്ന കണ്ടേ. അത് ഇലയുടെ അടി ഒളിച്ച് കിടക്കുമായിരുന്നു, കിളികളൊന്നും കാണാതെ. ഇതിൻ്റെ അകത്ത് ചുവന്ന കളറുള്ള പേരയ്ക്കയാണ് കേട്ടോ. നല്ല മധുരമുള്ള പേരയ്ക്കായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഉച്ചയൂണിനുള്ള സമയമായി കേട്ടോ. നമുക്കിന്ന് ഉച്ചയൂണിന് ചോറും സാമ്പാറും കൂടത്തിൽ കോവയ്ക്കയും ബീട്രൂട്ടും കൂടെ മെഴുക്ക് പുരട്ടിയും പിന്നെ കോളിഫ്ലവർ ഫ്രൈയും മാങ്ങ അച്ചാറും ഇത്രയായിരുന്നു കേട്ടോ നമുക്ക് ഉച്ചയൂണിന്. അതെല്ലാം കൂടെ വയറ് നിറയെ കഴിച്ചു. അന്നേരത്തേനും ബീഫ് കറി ആയായിരുന്നു കേട്ടോ. പിന്നെ ബ്രെഡും കൂട്ടി കഴിക്കാൻ എനിക്കൊരു ചെറിയ മോഹം. അപ്പോഴത്തേനും ബ്രെഡും മേടിച്ച് അതങ്ങ് കഴിച്ചു. പിന്നെ വൈകുന്നേരത്തെ കാപ്പുപൊടിക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടത്തിൽ നല്ല ചൂടുള്ള പപ്സും ആയിരുന്നു കേട്ടോ. അതും അങ്ങ് കഴിച്ചു. പിന്നെ രാത്രിത്തേന് എൻ്റെ ഹസ്ബൻഡ് കപ്പ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ അത് മുഴുവൻ അങ്ങ് കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി.